ബിഗ് ബോസ് സീസൺ 7 ആദ്യ ആഴ്ചയിൽ മാസ് ഡയലോഗായിരുന്നു രേണു സുധിയിൽ നിന്ന് വന്നത്. രേണു സുധി ഫ്ലവർ അല്ലടാ, ഫയറാടാ, താഴത്തില്ലടാ എന്ന് പറഞ്ഞായിരുന്നു ഹൗസിനുള്ളിൽ എത്ര ആക്രമിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് രേണു പ്രഖ്യാപിച്ചത്. എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ കിഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. വയ്യ എന്ന് രേണു മറ്റ് മത്സരാർത്ഥികളോട് പറഞ്ഞു. എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ല, എനിക്കിനി വയ്യ, വീട്ടിൽ പോയാൽ മതിയെന്നായി. ഇങ്ങനെ രേണു സുധി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതോടെ താരം പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാവുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത കൂടുതൽ രേണുവിനാണെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ പേരുടെയും പ്രതികരണം. കാരണം മിഡ് വീക്ക് എവിക്ഷനിൽ ടാസ്കിൽ തോൽക്കുന്ന 2 പേരാണ് പുറത്തേക്ക് പോവുക. ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ രേണു സുധി വലിയ രീതിയിലുള്ള മത്സരമൊന്നും പുറത്തെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യനില മോശമാണ് എന്ന് രേണു പറയുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ കണ്ടന്റുകളൊന്നും സൃഷ്ടിക്കാൻ രേണു സുധിക്ക് സാധിച്ചിട്ടില്ല. അക്ബർ ഖാൻ നടത്തിയ മോശം പരാമർശം, തലവേദനയെ ചൊല്ലിയുള്ള തർക്കം, അനീഷിനെതിരായ വാക്പോര് എന്നിങ്ങനെയുള്ള നിമിഷങ്ങളല്ലാതെ രേണു സുധിയിൽ നിന്ന് മറ്റ് കണ്ടന്റുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചെത്തിയിട്ടില്ല. മാത്രമല്ല, വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചുള്ള വീഡിയോ മോഹൻലാൽ കാണിക്കുകയും ചെയ്തത് ഇവർക്ക് തിരിച്ചടിയായി. എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലേക്ക് വന്നാൽ രേണു സുധിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ രേണു സുധിയുടെ ബിഗ് ബോസിലേക്കുള്ള വരവിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കുറിപ്പും വൈറലായി മാറിയിരുന്നു. രേണു സുധിയുടെ മോട്ടീവ് കൃത്യവും വ്യക്തവുമായിരുന്നുവെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാനായി നിരന്തരം പ്രവർത്തിക്കുന്നവർ ഒടുവിൽ ആ സ്വപ്നം കയ്യെത്തി തൊടുക തന്നെ ചെയ്യുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് രേണു സുധിയെന്നും വിലയിരുത്തുന്നു. ബിഗ് ബോസ് 6ാമത്തെ സീസൺ കഴിഞ്ഞ് 7ാമത്തെ സീസണെ പറ്റി ആലോചിച്ചു തുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ഈ മാസത്തിൽ തന്നെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ഒരു വൈറൽ വീഡിയോ ഒരുക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ടിറങ്ങാത്ത ഷോർട്ട് ഫിലിമിൻ്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഫോട്ടോഷൂട്ടും നടത്തി ചെറിയ വീഡിയോ ക്ലിപ്പുകളും കൃത്യം ഇടവേളകളിൽ ഇറക്കിവിട്ട് അവരുടെ മുഖം എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളിൻ്റെ അടുക്കിലേക്ക് അവർ എത്തിക്കുന്നു. ഫൈനലി അവർ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നു. ഒരുപക്ഷെ മനസ്സറിഞ്ഞ് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി തന്നാലാവുന്നത് ചെയ്യുകയും ആ ആഗ്രഹം നേടിയെടുക്കാൻ ഈ ലോകം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രേണു സുധി എന്നായിരുന്നു ആ കുറിപ്പ്.